എന്താടാ അവിടെ ഒരു രഹസ്യം പറച്ചില്? അടിക്കുന്നോ? ഡാ പട്ടികളെ, നീയൊക്കെ വെറും പട്ടികളാടാ. ആ എന്തിയാടാ എക്സൈസ് വിദ്യാഭ്യാസ മന്ത്രി ഗുണശേഖരൻ? എന്നാ എന്നാലും നിന്റെ വാലാട്ടിന്റെ ഒരു DPP ചന്തമുണ്ട് കേട്ടാ. എവിടെ പോയി കിടക്കായിരുന്നടാ പന്ന? ബാക്കി പറയണ്ട, ഞാൻ ഊഹിച്ചെടുത്ത് പൂജിപ്പിച്ചോളാം. പഴയതുപോലെ അല്ല സാറേ, ഇപ്പൊ ഇത് വാങ്ങണമെങ്കില് പരേഡിൽ നിൽക്കുന്ന പോലെ ക്യൂ നിക്കണം. എന്റെ അമ്മയുടെ ഒക്കെ ഒരു ഒടുക്കത്തെ ക്യൂ. പൊട്ടിക്ക്. അയ്യോ, ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിട്ട് ഇത് പൊട്ടിക്കാനാ? എടാ പൊട്ടിക്കാൻ പറഞ്ഞ അതല്ല, തുറന്നു ഒഴിക്കാൻ. ഞാൻ വിചാരിച്ചു. എന്താടാ നിനക്കൊരാട്ടം? നീ അടിച്ചിട്ടുണ്ടോ? ഞാൻ ആരെ അടിച്ചിട്ടില്ല. ഇപ്പൊ സാധാ സമയം ഭൂമുലുക്കോ അല്ലേ, എപ്പോഴാ കുലുങ്ങണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടൊരു കരുതലായിട്ട് അടിപടിക്കുക. നീ ഒഴിക്കുന്നില്ലേ? ഒഴിച്ചോടനെ അടിയടേ. വേണ്ട വേണ്ട, കമ്മീഷണർ സാറിന്റെ മുമ്പിൽ വെറും ഒരു കോൺസ്റ്റബിൾ ആയി പത്രോസ് ഒഴിച്ചടിക്ക്. എന്നാ പറഞ്ഞ് തല തേക്കത്തില്ല സാറ്. കമ്മീഷണറും കോൺസ്റ്റബിളും അതാണ് ഭരണഗണന. തെറ്റിയതാ, ഭരണഘടന. ഭരണ പത്രോസ്, നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യാം. വെള്ളം അടിക്കാത്തതിനോ? ഞാൻ വെള്ളം അടിച്ചോളാം, അല്ല കൊല്ലല്ലേ. നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കാടാ. പോലീസിന്റെ പണിയും വേണം, താടി ഇട്ട് പഠിക്കാനും വേണം. ഒന്ന് നിന്റെ താടി അല്ലെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബ്ലേഡ് അലർജിയാണെന്ന്. അതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് സാറേ. ഞാനിത് പഠിച്ചാൽ എന്റെ മുഖം ബ്ലീച്ചിങ്ങില്ല, പ്രോബ്ലറ്റ് പോലെ. രാത്രി കണ്ടിട്ടൊരു കാറാണെന്ന് തോന്നുന്നു. ഒരു കുട്ടിയുടുപ്പിട്ടുണ്ടാ വരുന്നത്. കാറല്ല, കാറിൽ നിന്ന് വരുന്ന പെണ്ണ്. എങ്കിലത് അവളായിരിക്കും. അവളോ? അതേടാ, ആ അമേരിക്കൻ ഡേറ്റിന്റെ മീരയില്ലേ, തുണി മേടിക്കാൻ കാശില്ലാത്ത പൊന്നും. അവളെ പഠിക്കാത്ത കേട്ടത് അടി ചെറുക്കണ അവളെ. ഞാൻ പറഞ്ഞേക്കാൻ മുഖ്യമന്ത്രിയുടെ മോളെ അടിച്ചിറക്കാൻ മാത്രം താൻ വളർന്നോ? എന്നാ അടിക്കടോ. എന്നാടാ അടിക്കാത്ത? അടിക്കണ അവളെ. എന്റെ പൊന്ന് സാറ്, മുഖ്യമന്ത്രിയുടെ മോളെ ഞാൻ അടിച്ച എന്റെ വീട്ടുകാർക്ക് എന്റെ ഫോട്ടോ സ്റ്റാറ്റ് പോലും കിട്ടൂല. എന്തിനാ കൊച്ചെ ഈ വേഷവും കെട്ടി ഈ നേരത്തെ ഇങ്ങനെ? ഈ നേരത്ത് വന്നാലല്ലേ അങ്ങേ ഒന്ന് ദർശനം കിട്ടൂ. ദർശനം തരാൻ ഞാൻ ആരാ? ദൈവം? അതോ നിന്റെ തന്തയെ പോലെ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി? രണ്ടുമല്ല, രാക്ഷസൻ എന്നാ എല്ലാവരും പറയുന്നേ. പക്ഷെ എനിക്കറിയാം ഈ കൊമ്പമീശ വെറും ജാടയാണെന്ന്, ഈ രാക്ഷസൻ വെറും പൂച്ചക്കുട്ടിയാണെന്ന്. അർജുന ചെപ്പക്കുട്ടി വന്നിരിക്കും. മതി, ബാക്കി ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. ഗുഡ് നൈറ്റ്. ഗതാഗത വകുപ്പ് മന്ത്രി പതാകത, ക്ഷമിക്കണം. ഗുഡ് നൈറ്റ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇറ്റ്സ് വെരി ഡിപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് സീരിയസ് മാറ്റർ. അയ്യോ അങ്ങനെ പറയല്ലേ, പത്രോസേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഒന്നുകൂടി അടിച്ചേ. ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ എന്തും കേൾക്കും. എന്റെ മുഖത്ത് നോക്കാൻ തന്നെ പുള്ളിക്കാരന് പേടിയാ. നീ പേടിക്കണ്ട. പക്ഷെ സംഗതി പെൺപാണിവായതുകൊണ്ടാ എനിക്കൊരു മടി. അയ്യോ, ഇത് പെൺവാണിപ്പല്ല, ഞങ്ങൾ തമ്മിൽ നേരത്തെ പ്രേമിച്ചതാ. ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എടാ, ഇപ്പൊ ഇവിടെ നടക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയാമോ? പെണ്ണ് നിന്റെ കൂടെ 2 മാസം താമസിച്ചതിന് ശേഷവും വേണമെങ്കിൽ ഇത് പെൺപാണിവാക്കാം. അവക്ക് വേണമെങ്കിൽ വനിതാ കമ്മീഷന്റെ മുമ്പിൽ പോവുകയും ചെയ്യാം. എന്തും പറഞ്ഞ് തോണ്ടിയത് ഞാനാ. എന്തും പറഞ്ഞ് അവളുടെ ചരിത്രം നഷ്ടപ്പെടുത്തിയതും പറഞ്ഞ്. ചരിത്രമല്ല, ചാരിത്രം. സിർജിനിറ്റി. നിന്റെ സിർജിനിറ്റിക്ക് പത്രോസേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അവളിന്ന് വന്നല്ലേ ഉള്ളൂ, ചേട്ടൻ അടിച്ച് ഫിറ്റായ. നീ നോക്കണ്ട, നിന്റെ ഏമാന്റെ കാറ്റ് പോയെന്നാ തോന്നണേ. അഡീഷണൽ DGP മന്ത്രിയൊക്കെ കൂടെ അങ്ങേരെ കൊന്നു കാണും. ഈ പത്രോസ് പോകേണ്ടി വരുമല്ലോ അങ്ങേരെ കൊണ്ടുവരാൻ. ആരാടാ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരുള്ള വീട്ടിലേക്ക് 2 ടോർച്ചടിച്ചു നോക്കണം. രാമനാഥൻ സാറാ വരുന്നത്. എന്റെ കാര്യം ശരിയാക്കണേ. നീ പൊക്കോടാ, ഇതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. നീ എന്റെ പ്ലാ കണ്ടോ? പ്ലാ പ്ലാ പ്ലാ. ആ ചെറ്റ പെണ്ണുങ്ങളുടെ പുറകെ നടന്നിട്ട് ബാക്കിയുള്ളവനെ കിടക്ക പ്രതിയില്ലാത്തത്. നിന്നെ ഒന്നും സ്നേഹിക്കാൻ കൊള്ളുകടാ പൊന്നൊക്കെ.
ബാക്കി പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. ഏ? പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ലാന്ന്. മിസ്റ്റർ രാമനാഥൻ. നീ എന്താ വിളിച്ചേ? അല്ല മിസ്റ്റർ രാമനാഥൻ സാറിന് വിളിച്ച തെറ്റ. പെണ്ണിനെ പറ്റിയും പ്രേമത്തിനെ പറ്റിയും സാറിന് ഒരു പുണ്ണാക്കും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ജെയ്സി അപ്പു തമ്മിലുള്ള പ്രേമം ഗാഢമാണ്. ചങ്ങമ്പുഴയും രമണനും പോലെ, നയനാരി കരുണാകരനും പോലെ. അതേപ്പറ്റി എന്റെ അഭിപ്രായം. ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താടാ? എന്റെ അഭിപ്രായത്തിൽ അവൻ കഴിച്ച് തണ്ടിത്തരോ ചെത്തരോ ഒന്ന് പറയാൻ പറഞ്ഞിട്ടല്ലേ അല്ല തല്ലി. ഞാൻ എങ്ങനെ പറയണം? പത്രോസ് പാരയായിന്നാ തോന്നണേ. ഇയാൾക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്ത എന്നെ വേണം തല്ലാൻ. മൂക്കറ്റം വെള്ളം അടിച്ചോണ്ട് മോങ്ങുന്നോ? പോയി വിളിച്ചോണ്ട് അവനെ. അപ്പേ അങ്ങോട്ടോടെ പോവോ? അല്ല അപ്പ വിളിക്കാനായിട്ടാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ എന്നെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞില്ല. എന്നോട് ചോദിക്കാതെ കണ്ണിക്കണ്ട തോന്നിവാസം കാണിക്കുന്നവനൊന്നും കയറി വരാനുള്ള വീടല്ലത്. ചോദിച്ചിട്ടൊക്കെ പ്രേമിക്കാൻ പറ്റുമോ? വേണ്ടടാ, നീ പ്രേമിച്ച് മരിക്ക്. പിന്നെന്താ പ്രേമഭാജനത്തെ അവിടെ ഇട്ടുണ്ട്, നീ മാത്രം ഇങ്ങോട്ട് എന്നുള്ളത്? അത് പിന്നെ സാറിന് സംശയം തോന്നണ്ടാന്ന് കരുതി. എന്ത് സംശയം? അല്ല, രാത്രിയിലെ ആകെ ഒരു മുറിയുള്ള വീട്ടിലെ ഞാനും ആ പെണ്ണും ഞാനും എന്തെങ്കിലും സംഭവിച്ച അതിന്റെ മാനക്കെട് സാറിനല്ലേ? സംഭവിച്ചാ കൊന്നുകളെ ഞാൻ. ഒന്നും സംഭവിക്കില്ല, അമ്മച്ചാണ് ഒന്നും സംഭവിക്കില്ല. ആ പിന്നെ നാളെ രാവിലെ അവളെ കൊണ്ട് വീട്ടിലാക്കിയേക്കണം. വീട്ടിൽ കൊണ്ടാക്കാനോ? എന്താ പറ്റിയല്ലേ? സാറ് പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. എങ്കിൽ നിങ്ങളുടെ കല്യാണം നടത്തി തരാമെന്ന് അവര് വാക്ക് തന്നു. സത്യമാണോ? സത്യം ചെയ്യിച്ചു. കല്യാണത്തിന് ശേഷം നിന്നെ അവർ അമേരിക്കയിൽ കൊണ്ടുപോകും. പക്ഷേ അതിനു മുമ്പ് അവരെ മാനം രക്ഷിക്കാൻ വേണ്ടി നീ ആ പെണ്ണിനെ അവിടെ കൊണ്ടുവന്ന് ആക്കണം. ഈശ്വര, ഞാൻ എങ്ങനെയാ സാറിനോട് നന്ദി പറയണ്ടത്? നന്ദിയൊന്നും പറയണ്ട. അപ്പൊ കൂടെ സാറ് ചെല്ല്, അല്ലെങ്കിൽ ആ പെണ്ണ് പേടിക്കും. എന്നാ പോയിക്കോട്ടെ സാർ. പിന്നെ നീ തിന്നെ കിടന്നാ മതി. കല്യാണം കഴിയുന്നവരെ സെക്യൂരിറ്റിയുടെ ചാർജ് എനിക്കാ, മനസ്സിലായോ? അയ്യോ, ഞാൻ വേണേ മുറ്റത്ത് കിടന്നോളാം. സാറിന് വേറെ ഒന്നും തോന്നരുത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഗുഡ് നൈറ്റ്. എന്തിരിപ്പാ കുട്ടിയെ ഇത്? ഇന്നലെ രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടച്ചോ നീ? എല്ലാം ഈശ്വരൻ നേരാക്കി തരും മോളെ. അപ്പു വന്നില്ലേ ഇതുവരെ? അവൻ രാമനാഥൻ സാറിനെ കണ്ടിട്ട് രാത്രി തന്നെ വന്നല്ലോ. ഇത്തിരി ഇരുട്ടിട്ടാ വന്നത്. പിന്നെ തന്നെ കിടന്ന് ഉറങ്ങി. ഉണങ്ങിട്ടില്ല. മുത്തച്ഛി കോലി പോയിട്ട് ഇപ്പൊ വരാം. എന്റെ മോള് സങ്കടപ്പെടുന്നു വേണ്ട കേട്ടോ. ദാ ചായ കുടി. നീ എന്താ ഇവിടെ? എപ്പോഴാ ഇവിടെ കിടന്നേ? എന്തിനാ ഇവിടെ കിടന്നേ? അപ്പുന്റെ കൂടെ അല്ലാതെ പിന്നെ എവിടെ ഞാൻ കിടക്കേണ്ടത്? ഞാൻ ഇവിടെ രാത്രിയിൽ കിടന്നു. എന്റെ അമ്മച്ചി, എന്താ? നിന്നെ ഒന്ന് തൊടുപോലും ഇല്ലെന്ന് ഞാൻ രാമാസാറിന് വാക്ക് കൊടുത്താ. എന്നിട്ടിപ്പോ അബോധാവസ്ഥയിൽ നീ എന്റെ കന്യാത്തം കവർന്നെടുത്തോടി. ഈശ്വര, എന്റെ വെർജിനിറ്റി പോയി. ഒരു സ്നേഹവും ഇല്ല അപ്പൂന്. ഇന്നലെ രാത്രി എന്നെ തനിച്ചാക്കിയിട്ട് പോയില്ലേ? വന്ന ദിവസം തന്നെ എന്നോട് ഇത് വേണ്ടായിരുന്നു. ഞാൻ ഒത്തിരി കരഞ്ഞു. എല്ലാരും ഉപേക്ഷിച്ചല്ലേ അപ്പു ഞാൻ വന്നേ. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? സോറി മോളെ, മനഃപൂർവ്വം നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. എന്ത് അത്ഭുതം? പറയാം. അതിനു മുമ്പ് നിന്റെ പരിഭവം ഒന്ന് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. രാമനാഥ സാറിന് കൊടുത്ത വാക്ക് തൽക്കാലം കാശിക്ക് പോട്ടെ. അവിടെ ഇല്ല. അയ്യോ, ഈശ്വര, ഇന്നിവിടെ കൊല നടക്കും. ഇതുവഴി പോയാ കാണും. അയ്യോ, അതുവഴി പോവല്ലേ. ഇങ്ങോട്ട് കട്ടിന്റെ അടി കയറിക്കോ. നിനക്കെന്താ ഒരു സിനിമാസ്കോപ്പ് ചിരി? രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു. ആറ്റുവാക്കാര് അത്ര നല്ലവരായതുകൊണ്ട് ടെൻഷൻ. രാത്രി പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്ത് പ്രശ്നം? ഞാനിവിടെ കിടന്നു, അവള് മോളിൽ കിടന്നു. അല്ല, അകത്ത് കിടന്നു. അതല്ലടാ മരക്കഴി. ആ ആന്റണി സംഘവും ഒന്നും വല്ല കുഴപ്പമുണ്ടാക്കിയെന്ന് ചോദിച്ചാ നീ അവളോട് കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ അവളോട് പറയാം. എവിടെ അവള്? എവിടെ അവള്? ആകാശത്തില്.
അല്ല അകത്ത് എന്തേ അവള് ഷേവ് ചെയ്യാ. ശരി അല്ല പല്ലേക്കണോ? നീ അവളെന്ന് വിളിച്ചേ ഇപ്പൊ പറ്റില്ല. എന്താ പറ്റാ? വേറെ ചില പ്രശ്നമുണ്ട്. ഇപ്പൊ പറ്റില്ല. എന്താ പ്രശ്നം? ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചത്? ബാത്റൂമിലാ. എന്നാ നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ? ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ നിനക്ക് തലയ്ക്ക് വട്ടായ? വട്ടായ എനിക്കും അങ്ങനെ തോന്നാ. ആകപ്പാടെ ഒരു പരിഭ്രാന്തി. വെറുതെ ചിരിക്കാനും കരയാനും അങ്ങോട്ട് തോന്നുക. ഇതിനാണ് സാർ വട്ടെന്ന് പറയാ. ഇതിനും വട്ടെന്ന് പറയാറുണ്ട്. നിനക്കെന്താ കോങ്കണ്ണുണ്ടോ? ദൈവമേ, സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കോങ്ങണ്ണും വരുന്നുണ്ട്. കംപ്ലീറ്റ് പ്രോബ്ലംസാ. എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായാലും രാവിലെ തന്നെ പെങ്കൊച്ചിനെ കൊണ്ട് വീട്ടിലാക്കി. അയ്യോ ഒന്നുമില്ല, വെറുതെ അയ്യോ. പെണ്ണ് കട്ടിലടിക്കണമെന്ന് വിഷമിക്കുന്നുണ്ടാവല്ലേ? അതെ. സാറെന്താ പറഞ്ഞേ? ഒന്നാമത് നീ അവളെ വളച്ചൊരു പരുവത്തിലാക്കി. കട്ടിലടി കിടന്ന് ഇനിയും വളഞ്ഞ അരിവാള് പോലെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. എന്നിട്ട് പോകാൻ പറയണവളൂ. ഇറങ്ങി പോരെ, കണ്ടുപിടിച്ച് കൊണ്ടാക്കിട്ട് എന്നെ ഒന്ന് വിളിക്കണം. ഭഗവാനെ കാത്തോളനെ. സംഭവം ചള അവിടെ വെച്ചോട്ടാ. ഞാനില്ലേ കൂടെ? അത് തന്നെ എന്റെ പേടി. അവരെല്ലാരും കൂടി അപ്പൂനെ ഒരുപാട് അടിച്ചുല്ലേ? ഇനിയും കൂടുതൽ അടികിട്ടാണ്ടിരിക്കാനാ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ പ്രേമത്തെ സാക്രിഫൈസ് ചെയ്തതിന്റെ അവസ്ഥ കണ്ടില്ലേ? അയ്യോ പാവം. കണ്ടില്ലേ, ഡൈസിന്റെ മനസ്സലിഞ്ഞു. അപ്പൊ ഞാൻ കൊണ്ട് അടിയുടെ മുഴുവൻ കഥ പറഞ്ഞെങ്കിലോ? വാ നമുക്ക് അകത്തിയും തിരുത്ത് സംസാരിക്കും. നിന്റെ ഒരു കഥ പറച്ചില് ഉള്ള നേരത്തെ വാ പോ. കർത്താവേ, ദേ വല്യപ്പച്ചൻ. നമുക്ക് ഓടിയാനോ? നേരെയാ. പോലീസ് എസ്കോർട്ടോടുകൂടിയാ വരുന്ന. തൂക്കെടുത്ത് അകത്താക്കും. നിങ്ങൾ അകത്ത് ഒളിച്ചിരുന്നോ? അയ്യോ ബാഗ്. ആന്റപ്പനുണ്ടോ മോളെയാത്ത്? ഇല്ല, വന്നില്ല. എന്നാ അമ്മച്ചെ വിളി. അവരെല്ലാം ഷോപ്പിങ്ങിന് പോയി. നിന്നെ തനിച്ചാക്കി ഇങ്ങനെ പോകലെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. നീ എന്തിനാ മോളെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടാക്കുന്നത്? നമ്മൾ ആറ്റുവക്കാരെ കുടുംബമായുമോ നിനക്ക് അറിയാവുന്നതല്ലേ? പോട്ടെ എല്ലാം ശരിയാവും. വന്നേ വലിപ്പിച്ചിക്ക് ഭയങ്കര വിശപ്പ്. വാ 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 വാ. ഈ ഓട്ടം വേലക്കാരിപ്പൻ ഇവിടെ ഇല്ലേ? കല്യാണിയേ പോലീസുകാരൊന്നും കഴിച്ചു കാണാം. അടിയിലേക്ക് ഇരിക്കും. ഇരിക്കും മക്കളെ. ഇടി കല്യാണിയേ, ഇവിടെ എന്നെ അടുത്തിരിക്ക. അവിടെ വീട് വാടി വേണേ. എന്താ സാറേ? എന്നാ ഉണ്ടടി കഴിക്കാൻ? അപ്പം ഉണ്ട്, പിന്നെ കടലക്കറിയും ഉണ്ട്. അപ്പം എങ്കി അപ്പം രണ്ടെണ്ണം എടുക്ക. ആ രാവിലെ ഉണ്ടാക്കിയതാണെങ്കിൽ ചീത്തയിട്ടുണ്ടാവില്ല. കല്യാണിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതല്ലേ? കേട്ടോ കല്യാണി, കഴിഞ്ഞ മാസം ഞങ്ങൾ കിഡ്നി ചികിത്സയ്ക്ക് വേണ്ടിട്ട് അമേരിക്കയ്ക്ക് പോയില്ലേ? അവിടെ ചെന്ന് ചിക്കൻ സൂപ്പ് കഴിക്കുമ്പോഴും മിനിസ്റ്റർ പറയുന്നത് കല്യാണിയുടെ അപ്പത്തെ കുറിച്ചാ. കടലക്കറി എങ്ങനെ ഉണ്ടാച്ചായ? നല്ല രുചി. അങ്ങോട്ടാ. പിടിച്ചോ
ഒരു പോക്കത്തിനെ കാണിക്കുന്നു. അയ്യോ ആരെ കണ്ടി മുളക് വെച്ചത്? അയ്യോ, പോലീസ് പിടിക്കവനെ, പിടിക്കവനെ, പോലീസ് പോകരുത്, പോകരുത്.